Hi, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള ഹൊറർ എന്നാൽ അർത്ഥം ഭയം, ഭയങ്കരത്വം, ഇതൊക്കെയാണ് അർത്ഥം. കേരളത്തിൽ ഒരു നടുക്കുന്ന സംഭവം, ഇതാണ് അർത്ഥം. 2 year old ഗേൾ, 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വാസ് അസോൾട്ടഡ്. ഇവിടെ എഴുതാത്ത ഒരു വാസുണ്ട്. സാധാരണയായിട്ട് പത്രങ്ങളിൽ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: 2 year old ഗേൾ വാസ് അസോൾട്ടഡ്. 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. അസോൾട്ട് എന്നാൽ അർത്ഥം ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമം, ആക്രമിക്കൽ, ഇതൊക്കെയാണ് അർത്ഥം. 2 year old ഗേൾ വാസ് അസോൾട്ടഡ്. 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു. ഫോർ വെറ്റിംഗ് ബേർഡ്. വെറ്റിംഗ് ബേർഡ് എന്നാൽ ഉറങ്ങുന്നതിനിടയിൽ മൂത്രമൊഴിക്കുക എന്നുള്ള അർത്ഥമാണ്. ഉറങ്ങുന്നതിനിടയിൽ അറിയാതെ മൂത്രമൊഴിക്കുക, ബെഡിൽ മൂത്രമൊഴിക്കുക, അതാണ് വെറ്റിംഗ് ബേർഡ്. ഫോർ വെറ്റിംഗ് ബേർഡ്, ഉറങ്ങുന്നതിനിടയിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ആ 2 വയസ്സുള്ള പെൺകുട്ടിയെ ആക്രമിച്ചത്. ആ കുട്ടി അതിനാണ് ആക്രമിക്കപ്പെട്ടത്. അറ്റ് ഓർഫനേജ്. ഓർഫനേജ് എന്നാൽ അനാഥമന്ദിരം. അനാഥമന്ദിരത്തിലാണ് സംഭവം. അനാഥമന്ദിരത്തിൽ ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഉറങ്ങുന്നതിനിടയിൽ ബെഡിൽ മൂത്രമൊഴിച്ചു. അതിന് ആ പെൺകുട്ടിയെ ആക്രമിച്ചു. പ്രൈവറ്റ് പാർട്സ് ഇൻജുവേർഡ്. പ്രൈവറ്റ് പാർട്സ് എന്നാൽ സ്വകാര്യ ഭാഗങ്ങൾ. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേറ്റു. കേരളത്തിൽ ഒരു നടക്കുന്ന സംഭവം എന്താണത്? ഒരു 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു ഉറങ്ങുന്നതിനിടയിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്. ആ ഒരു ഓർഫനേജിലാണ് സംഭവം, അനാഥ മന്ദിരത്തിലാണ് സംഭവം. ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് തലക്കെട്ട്. തിരുവനന്തപുരം. ഇൻ എ ഹോറിഫയിങ് ഇൻസിഡൻറ്റ്. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ഹോറിഫയിങ് എന്നാൽ ഞെട്ടിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു സംഭവത്താൽ എ 2 year old ചൈൽഡ്, ഒരു 2 വയസ്സ് പ്രായമുള്ള കുട്ടി വാസ് അസോൾട്ടഡ്. ഒരു 2 വയസ്സ് പ്രായമുള്ള കുട്ടി ആക്രമിക്കപ്പെട്ടു ബൈ 3 കെയർടേക്കേഴ്സ്. കെയർടേക്കർ എന്നാൽ സംരക്ഷകൻ, മേൽനോട്ടക്കാരൻ, ഇതൊക്കെയാണ് അർത്ഥം. ആ മേൽനോട്ടക്കാരാൽ, ഇത് സംരക്ഷിക്കുന്ന ആളുകൾ, അവരാൽ ആക്രമിക്കപ്പെട്ടു. ഈ 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു 3 കെയർടേക്കർമാരാൽ, അവിടെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളാൽ. ഓഫ് എ ഗവൺമെൻറ് റൺ ചിൽഡ്രൻസ് ഹോം, ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു കുട്ടികളുടെ ഒരു ഹോമാണ് ചിൽഡ്രൻസ് ഹോം. ആ ഹോമിലാണ് സംഭവം. ഫോർ അലേജ്ഡ്ലി. അലേജ്ഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്നാണ്. പത്രക്കാർക്ക് കിട്ടിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയാണ്. അതാണ് അലേജ്ഡ്ലി. എന്താണ് ആരോപിക്കപ്പെടുന്നത്? വെറ്റിംഗ് ഹെർ ബെഡ്, അവളുടെ കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആക്രമിച്ചത്. ആസ് പെർ മീഡിയ റിപ്പോർട്ട്സ്, മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ആ കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചു. അതിന് അവിടെ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ ആ കുട്ടിയെ ആക്രമിച്ചു. ഈ 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണത്. അവിടെയാണ് സംഭവം. ദ പോലീസ് ഇൻഫോംഡ്, പോലീസ് അറിയിച്ചു. ദ ചൈൽഡ് വാസ് ഇൻജുവേർഡ് ഇൻ പ്രൈവറ്റ് പാർട്സ്, ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളേറ്റിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. ഡോക്ടേഴ്സ് ഫൗണ്ട്, ഡോക്ടർമാർ കണ്ടെത്തി. ഫിംഗർ നെയിൽ മാർക്സ്, മാർക്സ് എന്നാൽ അടയാളങ്ങൾ. ഫിംഗർ നെയിൽ എന്നാൽ നഖം, നഖങ്ങളുടെ പാടുകൾ കണ്ടെത്തി. ഡൂറിങ് മെഡിക്കൽ എക്സാമിനേഷൻ, ഡൂറിങ് എന്നാൽ അതിനിടയിൽ, വൈദ്യ പരിശോധനക്കിടയിൽ ഡോക്ടർമാർ ആ കുട്ടിയുടെ ശരീരത്തിൽ ഈ നഖങ്ങളുടെ പാടുകൾ കണ്ടെത്തി. നഖങ്ങളാൽ ഏറ്റിട്ടുള്ള മുറിവുകൾ കണ്ടെത്തി. ആഫ്റ്റർ, അതിനുശേഷം, ദ ഗേൾ വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഡ്യൂ ടു ഹെൽത്ത് ഇഷ്യൂസ്. ഹെൽത്ത് ഇഷ്യൂസ് എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഡ്യൂ ടു എന്നാൽ ആയതിനാൽ എന്നുള്ള അർത്ഥമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ
എക്സാമിനേഷൻ നടത്തി, മെഡിക്കൽ എക്സാമിനേഷൻ, അതായത് വൈദ്യപരിശോധന നടത്തി. അതിനിടയിലാണ് ഡോക്ടർമാർ ഈ ഫിംഗർ നെയിൽ മാർക്സ്, ഈ നഖങ്ങളുടെ പാടുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയത്. അക്കോർഡിംഗ് ടു ദ പോലീസ് പറയുന്ന വിവരമനുസരിച്ച് ദ ഇൻസിഡൻറ്റ് ഒക്കേർഡ്, ഈ സംഭവം സംഭവിച്ചത്, ഇൻസിഡൻ്റ് എന്നാൽ സംഭവം, ഓൾമോസ്റ്റ് എ വീക്ക് ബിഫോർ, ഏതാണ്ട് ഒരു ആഴ്ചക്ക് മുമ്പാണ് ഈ സംഭവം സംഭവിച്ചത്. പോലീസ് പറയുന്ന വിവരമനുസരിച്ച് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ബിഫോർ ഇറ്റ് വാസ് ഡിസ്കവേർഡ്, ഈ സംഭവം കണ്ടെത്തുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു ആഴ്ച മുമ്പാണ് ഈ സംഭവം സംഭവിച്ചത്. പോലീസ് പറയുന്ന വിവരങ്ങളാണിതൊക്കെ. ഫോളോവിങ് ദിസ്, ഇതിനെ തുടർന്ന് ദ കേരള പോലീസ് ഹെൽഡ് എന്നാൽ പിടികൂടി എന്നുള്ള അർത്ഥമാണ്. ദ കേരള പോലീസ് ഹെൽഡ്, കേരള പോലീസ് പിടികൂടി ദ 3 കെയർ ടേക്കേഴ്സ്, ആ മേൽനോട്ടം വഹിക്കുന്ന, അനാഥമന്ദിരം മേൽനോട്ടം വഹിക്കുന്ന 3 ആളുകളെ പോലീസ് ഇതിനെ തുടർന്ന് പിടികൂടി. ഹു, അവർ, ആ മേൽനോട്ടക്കാർ, ഹു ആർ നൗ ഫേസിങ് ചാർജ്, ഈ വകുപ്പുകൾ, ഈ കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഇവരുടെ പേരിൽ ആരോപിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ്, പോക്സോ ആക്ട് ആൻഡ് ദ ജുവനൈൽ ജസ്റ്റിസ് JJ ആക്ട്, ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ പേരിൽ ചാർത്തിയിട്ടുള്ളത്. പോക്സോ, അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആണ് ഇവരുടെ പേരിൽ ചാർത്തിയിട്ടുള്ളത്. ദ ഗേൾ ആൻഡ് ഹെർ യങ്ങർ സിസ്റ്റർ, ഈ പെൺകുട്ടിയും, യങ്ങർ എന്നാൽ ഇളയ, അവളുടെ ഇളയ സഹോദരിയും, ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ദ ഗവൺമെൻറ് ഹോം ആഫ്റ്റർ ദെയർ പാരൻസ് പാസ്ഡ് അവേ, ഈ പെൺകുട്ടിയും അവളുടെ ഒരു ഇളയ സഹോദരിയും അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ദെയർ പാരൻസ് പാസ്ഡ് അവേ, പാസ്ഡ് അവേ എന്നാൽ ആഫ്റ്റർ ദെയർ പാരൻസ് പാസ്ഡ് അവേ, അവരുടെ മാതാപിതാക്കൾ മരിച്ചു പോയതിന് ശേഷം, പാസ്ഡ് അവേ എന്നാൽ മരിച്ചുപോയി എന്നുള്ള അർത്ഥമാണ്. അവരുടെ മാതാപിതാക്കൾ മരിച്ചുപോയി, അതിന് ശേഷം ഈ പെൺകുട്ടിയും അവളുടെ ഇളയ സഹോദരിയും അവിടെ ആ ഗവൺമെൻറ് ഹോമിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാവ് ബീൻ സ്റ്റേയിങ് എന്നാൽ ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വാർത്തയാണ്. 7 month ഓൾഡ് ഓഫ് ഹോംലെസ് കപ്പിൾ റേപ്പ് ഇൻ കൊൽക്കത്ത. ഹോംലെസ് എന്നാൽ വീടില്ലാത്ത എന്നുള്ള അർത്ഥം. ഹോംലെസ് കപ്പിൾ, വീടില്ലാത്ത ദമ്പതിമാർ, അവരുടെ 7 മാസം പ്രായമുള്ള കുട്ടി റേപ്പ് ഇൻ കൊൽക്കത്ത, കൊൽക്കത്തയിലാണ് സംഭവം, ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു, ഇതാണ് അർത്ഥം. 7 month ഓൾഡ് ഡോട്ടർ, ഒരു 7 മാസം പ്രായമുള്ള ഒരു മകൾ, ഓഫ് എ ഹോംലെസ് കപ്പിൾ, ഒരു വീടില്ലാത്ത ദമ്പതിമാരുടെ പെൺകുട്ടി. എത്ര വയസ്സാണ് പ്രായം? 7 മാസം പ്രായം. വാസ് അലേജ്ഡ്ലി റേപ്ഡ്, എന്താണ് ആരോപിക്കപ്പെടുന്നത്? ആ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഇൻ കൊൽക്കത്ത, കൊൽക്കത്തയിലാണ് സംഭവം, ഇതാണ് അലേജ്ഡ്ലി എന്നാൽ പറയപ്പെടുന്നത്, ഇങ്ങനെയാണ് കരുതപ്പെടുന്നത്, ആരോപിക്കപ്പെടുന്നത്, ഇതൊക്കെയാണ് അർത്ഥം. പത്രക്കാർ അവർക്ക് കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, അതാണ് അലേജ്ഡ്ലി. പോലീസ് സെഡ് ഓൺ വെൻസ്ഡേ, ബുധനാഴ്ച ദിവസം പോലീസ് പറഞ്ഞു. ദി ഇൻസിഡൻറ്റ്, ഈ സംഭവം കെയിം ടു ലൈറ്റ് എന്നാൽ പുറത്തറിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ എ പേഴ്സൺ കോൾഡ്, ആഫ്റ്റർ എന്നാൽ അതിനുശേഷം, എ പേഴ്സൺ ഒരു വ്യക്തി, കോൾഡ് വിളിച്ചു, ദ ബുർട്ടോള പോലീസ് സ്റ്റേഷൻ, ഈ ബുർട്ടോള എന്ന പേരുള്ള ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഓൺ നവംബർ 30, നവംബർ 30 അതിനെ തുടർന്നാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ടു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇത് അറിയിക്കാൻ വേണ്ടി, ദാറ്റ് എന്താണത്, എ ഗേൾ വാസ് സിറ്റിംഗ് അലോൺ ഓൺ ദ ഫുട്പാത്ത്, അലോൺ എന്നാൽ തനിച്ച് എന്നുള്ള അർത്ഥമാണ്. എ ഗേൾ വാസ് സിറ്റിംഗ് അലോൺ ഓൺ ദ ഫുട്പാത്ത് എന്നാൽ കാൽനടയാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ വഴിയിൽ ഈ ഒരു പെൺകുട്ടി തനിച്ച് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അതിന് ശേഷമാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ഔട്ട്സൈഡ് ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്താണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? ക്രൈങ് പ്രൊഫ്യൂസ്ലി എന്നാൽ അത്യധികമായി
അപരിമിതമായി ഇതൊക്കെയാണ് അർത്ഥം. അപരിമിതമായിട്ട് ആ കുട്ടി കരയുന്നതായിട്ട് കണ്ടു. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് ഫുട്പാത്തിൽ ആ പെൺകുട്ടി ഇരുന്ന് കരയുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം ആ വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അറിയിച്ചു. അതിനെ തുടർന്നാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. നവംബർ 30 അദ്ദേഹം വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. ദേ സെഡ്, അവർ പറഞ്ഞു. ഫേർദർ മോർ, കൂടാതെ എന്നു തന്നെയല്ല, ഇതൊക്കെയാണ് അർത്ഥം. അതിനു പുറമെ ഇതൊക്കെയാണ് അർത്ഥം. ദ പേരൻസ്, മാതാപിതാക്കൾ, ലേറ്റർ ടുക്ക് ഹ്, അവളെ കൊണ്ടുപോയി. ലേറ്റർ എന്നാൽ പിന്നീട്, ടുക്ക് ഹ്, അവളെ കൊണ്ടുപോയി. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവളെ പിന്നീട് കൊണ്ടുപോയി. ടു RJ കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, ഈ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച്, ആ ഹോസ്പിറ്റലിൽ വച്ച്. ദ ഡോക്ടേഴ്സ് ഇൻഫോംഡ്, ഡോക്ടർമാർ അറിയിച്ചു. അവരെ, മാതാപിതാക്കളെ അറിയിച്ചു. ദാറ്റ് ഷീ ഹാഡ് ഇഞ്ചുറി മാർക്സ് നിയർ ഹെർ പ്രൈവറ്റ് പാർട്സ്, അവളുടെ ശരീരത്തിൽ, അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ഇഞ്ചുറി മാർക്സ്, പരിക്കേറ്റിട്ടുള്ള അടയാളങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ ആ മാതാപിതാക്കളെ അറിയിച്ചു. പോയിൻറ്റിങ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അറിയിച്ചുകൊണ്ട്. ടുവാർഡ്സ് സെക്ഷുവൽ മൊളസ്റ്റേഷൻ ആൻഡ് റേപ്പ്, മൊളസ്റ്റേഷൻ എന്നാൽ പീഡനം എന്നാണ് അർത്ഥം, റേപ്പ് എന്നാൽ ബലാത്സംഗം. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർമാർ അറിയിച്ചു അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം. ഇനി പറയുന്ന കാര്യങ്ങൾ ആ ഓഫീസർമാർ, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യമാണ്. ദ പേരൻസ് ഓഫ് ദ ടോഡ്ലർ ഹാഡ് ഓൾസോ അപ്രോച്ച്ഡ് അസ്. ടോഡ്ലർ എന്നാൽ പിച്ച വച്ച് നടക്കുന്ന കുട്ടി എന്നാണ് അർത്ഥം. ദ പേരൻസ് ഓഫ് ദ ടോഡ്ലർ, ആ കുട്ടിയുടെ പിച്ച വെച്ച് നടക്കുന്ന മാതാപിതാക്കളും, ഹാഡ് ഓൾസോ അപ്രോച്ച്ഡ് അസ്, ആ കുട്ടിയുടെ മാതാപിതാക്കളും ഞങ്ങളെ സമീപിച്ചു. എന്നാൽ ഞങ്ങളെ. വി ടുക്ക് ദ ചൈൽഡ്, ഞങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോയി. ടു ദ RJ കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോയി. അവിടെ വച്ച്, ആ ഹോസ്പിറ്റലിൽ വച്ച്. ഡോക്ടേഴ്സ് വേർ ഷോക്ക്ഡ്, ഡോക്ടർമാർ ഞെട്ടിത്തരിച്ചു. ടു സീ, കണ്ട്. ദ ഇഞ്ചുറി മാർക്സ് നിയർ ഹെർ പ്രൈവറ്റ് പാർട്സ്, അവളുടെ സ്വകാര്യ ഭാഗങ്ങൾക്കടുത്ത്. ഇഞ്ചുറി മാർക്സ് എന്നാൽ പരിക്കേറ്റിട്ടുള്ള പാടുകൾ, അത് കണ്ട് ഡോക്ടർമാർ ഞെട്ടിത്തരിച്ചു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഞെട്ടിത്തരിച്ചു. ദർ വേർ, ഉണ്ടായിരുന്നു. സെവറൽ സ്ക്രാച്ച് മാർക്സ്, സ്ക്രാച്ച് മാർക്സ് എന്നാൽ മാന്തിയിട്ടുള്ള പാടുകൾ എന്നാണ് അർത്ഥം. ഓൺ ഹെർ ബോഡി ആസ് വെൽ, അവളുടെ ശരീരത്തിലും എന്നാണ് അർത്ഥം. അവളുടെ ശരീരത്തിലും മാന്തിയിട്ടുള്ള പാടുകൾ, ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു. സെവറൽ എന്നാൽ ഒരുപാട് മാന്തിയിട്ടുള്ള പാടുകൾ അവളുടെ ശരീരത്തിലും ഉണ്ടായിരുന്നു. ഇൻഡിക്കേറ്റിംഗ്, സൂചിപ്പിക്കുന്ന. സെക്ഷുവൽ മൊളസ്റ്റേഷൻ, ലൈംഗികമായിട്ട് പീഡിപ്പിച്ച, അതിനെ സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള പാടുകൾ. വി ഹാവ് സ്റ്റാർട്ടഡ്, ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആൻ ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം, ഞങ്ങൾ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എൻ ഓഫീസർ ടോൾഡ് PTI എന്നുള്ളത് ന്യൂസ് ഏജൻസിയാണ്. എൻ ഓഫീസർ ടോൾഡ് PTI, ഈ PTIയോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എൻ ഓഫീസർ എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ, ടോൾഡ് എന്നാൽ പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ PTIയോട് പറഞ്ഞു. ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഇനീഷ്യൽ എന്നാൽ തുടക്കത്തിലുള്ള പ്രാരംഭ അന്വേഷണം. റിവീൽഡ്, അതിൽ വെളിവായി, ആ അന്വേഷണം തെളിയിച്ചു. ദാറ്റ് ദ ബേബി വാസ് പിക്ഡ് അപ്പ് ഫ്രം ദ ഫുട്പാത്ത്, ദ ബേബി വാസ് പിക്ഡ് അപ്പ് എന്നാൽ ആ കുട്ടിയെ എടുത്തു. ഫ്രം ദ ഫുട്പാത്ത്, ആ ഫുട്പാത്തിൽ നിന്നും, ആളുകൾ നടന്നു പോകുന്ന ആ പാതയിൽ നിന്നും ആ കുട്ടിയെ എടുത്തു. ഇതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആൻഡ്, അതിനുശേഷം, ആ കുട്ടി എടുത്തതിന് ശേഷം. ടേക്കൺ സംവേർ എന്നാൽ മറ്റെവിടെയെങ്കിലും. ടേക്കൺ സംവേർ, മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി. ആൻഡ് റേപ്ഡ്, എന്നിട്ട് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു. ഇതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇറ്റ് കുഡ് ബി, ഇത് ആയിരിക്കാം. ദ വർക്ക് ഓഫ് സം വേഗബോൺസ്, വേഗബോണ്ട് എന്നാൽ അർത്ഥം നാടോടി എന്നുള്ള അർത്ഥമാണ്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവൻ, ഇതൊക്കെയാണ് അർത്ഥം. തെണ്ടി നടക്കുന്നവൻ. ഇറ്റ് കുഡ് ബി ദ വർക്ക് ഓഫ് സം വേഗബോൺസ്, ഇത് ഏതെങ്കിലും നാടോടികളുടെ പ്രവർത്തനമായിരിക്കാം.
അവരായിരിക്കും ഇത് ചെയ്തത്. ഇവിടെ സാധ്യതയാണ്. ഇറ്റ് കുഡ് ബി എന്നാൽ ആയേക്കും, ഉറപ്പില്ല, അങ്ങനെ ആയിരിക്കാമെന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ക്രൈം വാസ് കമ്മിറ്റഡ്, ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഷീ വാസ് ഡ്രോപ്ഡ് അഗെയിൻ, അവളെ വീണ്ടും അവിടെ ഇട്ടിട്ട് പോയി. അഗെയിൻ എന്നാൽ വീണ്ടും. ഷീ വാസ് ഡ്രോപ്ഡ് എന്നാൽ അവളെ ഉപേക്ഷിച്ചു. ആ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവളെ അവിടെ ഉപേക്ഷിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കാം. ഇത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും നാടോടികളുടെ പ്രവർത്തനമായിരിക്കാം. വി ആർ ചെക്കിംഗ്, ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യം, ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ടോക്കിംഗ് ടു ദ പീപ്പിൾ ഓഫ് ദ ഏരിയ, ആ പ്രദേശത്തുള്ള ആളുകളോടും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ആഡഡ്, അദ്ദേഹം ചേർത്തു പറഞ്ഞു, ഉദ്യോഗസ്ഥൻ ചേർത്തു പറഞ്ഞു.